കിട്ടും. എവിടെയായിരുന്നു അമ്മച്ചി മരുന്നും പഴിച്ചോണ്ട് എത്ര നേരം കൊണ്ടിരിക്കും? നോക്കട്ടെ, അവിടെ നോക്കട്ടെ, അങ്ങോട്ട് നോക്കിയേ, നോക്കട്ടെ. രാവിലെ തൊട്ട് ഞാൻ വിഷമിച്ചിരിക്കുക കിട്ടുവിനെ കാണാൻ. ഞാൻ ഒത്തിരി അടുത്ത് തിരക്കിപ്പോയി. സന്ധ്യ ആയപ്പോൾ നാണ്ടിപ്പം വന്നിട്ടുണ്ട് ആള്. ഇതാ അവന് കൊടുക്കാൻ ഞാൻ മരുന്നുമൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഗുളിക അതാ, ഇതെല്ലാം ഇനി കൊടുക്കണം. എന്നിട്ട് മീനിനകത്ത് ആക്കി കൊടുക്കണം. അവനോട് നിപ്പുണ്ട്, ഞാൻ കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്തൊരു വിഷമമായിരുന്നു കാണാൻ. ഞാൻ ഓർത്തിനി ഈ മയക്കമുള്ള ഗുളികയുണ്ട്, സഡേഷനുള്ള ഗുളികയുണ്ട്. ഇനി അതൊക്കെ കഴിച്ചുകൊണ്ടും പട്ടിയുടെ വായിലെങ്ങാനും നിന്ന് കയറിപ്പോയെന്നൊക്കെ ഞാൻ വിഷമിച്ചു പോയി. ഭാഗ്യത്തിന് ഇപ്പോൾ അവനിങ്ങി വന്നു കേട്ടോ. ഇപ്പോൾ സമയം 7 മണി. ഓരോ തലയ്ക്കകത്തും മരുന്ന് ഗുളിക കയറ്റി കൊടുക്കുക. തിന്ന്, ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിലേ അവൻ തിന്നത്തില്ല. ഇപ്പം വീണാനല്ലോ. മരുന്ന് കൊടുക്കാൻ പോയപ്പോൾ ഞാനിപ്പം വീണാൻ. ഞാനായിട്ട് വെച്ചിരുന്ന തലയെടുത്തതിൻ്റെ ബാക്കി മീനും വലിയ മീനിൻ്റെ തലയാ. ഇപ്പം പറയാനേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഇതൊക്കെ എല്ലാം പറ്റൂ. ഏതോ ആരോ വളർത്തിയതാണോ എന്തോ. ആരും വളർത്തിയതല്ലെന്ന് എനിക്ക് തോന്നി. എന്തായാലും കരുവായി മക്കളെ, കണ്ടില്ലേ? അനുസരണയോടെ കടന്നു തരും അവന്. പാവം, ആരോ വളർത്തിയതാണോ എന്തോ. ദാണ്ട കരുവായി കേട്ടോ. മരുന്ന് കൊടുക്കുന്നതിൻ്റെ ആൻറ്റിബയോട്ടിക്കും സ്റ്റിറോയിഡും അലർജിയുടെ എല്ലാം ഉണ്ട്. വെട്ടം നമ്മള് പാലും തേനും കൊടുത്ത് വളർത്തുന്നതിന് ഇത്രയും സ്നേഹമില്ല ഇതല്ലേ? മക്കൾക്കുണ്ടോ ഇങ്ങനത്തെ സ്നേഹം കിടക്കുന്നുണ്ടോ? പാവം. ഇടയ്ക്കൊക്കെ പോകും കറങ്ങാൻ. ഇന്ന് കറങ്ങാൻ പോയപ്പോ ഇന്നലെ 7 മണിക്കാവുന്നു. ഇന്നലത്തെ സദ്യയൊക്കെ 7 മണിക്ക് വന്ന രംഗമായത്. രസമാണ്. ഇപ്പൊ കയ്യെ കയറി കണ്ടി നോക്കട്ടെ. അങ്ങോട്ട് നോക്കിയേ കുഞ്ഞ്, അങ്ങോട്ട് നോക്കിയേ. നമ്മളിവിടെ അകത്ത് കയറി രസമോടെ തിന്നണം. നമ്മള് കേറും, കട്ട് കയറുന്നതിന് നമ്മൾ അറിഞ്ഞോണ്ട് കയറ്റത്തില്ല. പാവമാ, നല്ല സ്നേഹമായി കേട്ടോ. പറയുന്ന പോലൊക്കെ ചെയ്യും. നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കും. നമ്മള് സ്നേഹിച്ച് വളർത്തുന്ന അതേ പാവം. എനിക്കാണെങ്കിൽ ജീവനവനെ കണ്ടില്ലെങ്കിൽ പിന്നെ